തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ശേഷം കെ ജയകുമാർ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ശബരിമല അന്നദാനത്തിൽ കേരളീയ സദ്യ ഏർപ്പെടുത്തുമെന്നത്. ഇക്കാര്യത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്ന് തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് അന്നദാന മണ്ഡപത്തിൽ കേരളീയ സദ്യ നൽകും. സദ്യയ്ക്കായി സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. അഭിപ്രായമനുസരിച്ച് മറ്റു സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ ആനുപാതിക സംവിധാനം ഒരുക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം, ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നതിന് ഇത്ര ഇല ഇവിടെ വന്നത് നമ്മളിതെല്ലാം കൂടെ എടുത്ത് ഇൻസിനറേറ്ററിൽ കൊണ്ടിട്ട് ഇൻസിനറേറ്റർ കേടാവും. പിന്നെ ഉള്ളത് ഇതിൻ്റെ വെജിറ്റബിൾ സപ്ലൈ ചെയ്യണം, അതിൻ്റെ കുക്ക് വേണം, വിളമ്പാൻ പ്രത്യേകം ആൾ വേണം. അപ്പോൾ അതിന് വേണ്ടത്ര ആളുകളും പരിചയമുള്ള ആളുകളും പുറത്തുനിന്ന് വരും. തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം. സ്പോട്ട് ബുക്കിംഗ് കാര്യത്തിൽ കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. ബുക്കിംഗ് ഇല്ലാതെ ഭക്തർ എത്തുന്നത് കർശനമായി നിയന്ത്രിക്കും. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പര്യാപ്തമാണ്. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ 12 വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തുടർച്ചയായി ഇത് 5-ാം ദിവസമാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക് തുടരുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം.